നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ ഒരുമിച്ചുള്ള അല്പസമയത്തെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായിട്ട് ഇന്ന് ഏവൻഗേലിയോനായി വായിച്ച വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 17 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ് ഏവൻഗേലിയോനായി നമ്മൾ വായിച്ചു കേട്ടത്. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 26 വേഴ്സസ് 17 through 30. അതിലെ 1-2 വാക്യങ്ങൾ നമ്മുടെ ഇന്നത്തെ ഈ ധ്യാനത്തിന് സഹായകരമാകും എന്ന് വിശ്വസിച്ച് വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇതനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവാം ദൈവമേ, ഒരുമിച്ച് നിൻ്റെ സന്നിധിയിൽ വന്ന് ആരാധിക്കുവാൻ, കർത്താവെ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ ലഭിച്ച വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ഈ വിശുദ്ധ കുർബാന നീ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥാപിച്ചിരിക്കുമ്പോൾ, നിൻ്റെ ശരീരവും നിൻ്റെ രക്തവും നീ ഞങ്ങൾക്കായിട്ട് പാനം ചെയ്തിരിക്കുമ്പോൾ, കർത്താവെ, എത്ര വിലയേറിയ ഒരു ഗിഫ്റ്റാകുന്നു ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് പലപ്പോഴും ഞങ്ങൾ ഓർക്കാറില്ലല്ലോ. ഈ ഒരു ശുശ്രൂഷയിൽ ഞങ്ങൾ പങ്കുചേരുമ്പോൾ, പ്രിയ കർത്താവെ, നീ ഞങ്ങൾക്കായി അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഓർക്കുന്ന ഈ ദിനങ്ങളിൽ, കർത്താവെ, നീ ആദ്യം ഈ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതായിട്ടുള്ള ആ ദിവസത്തെ ഓർക്കുന്ന ഈ ദിനത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിക്കുവാൻ, പ്രിയ കർത്താവെ, ഈ വിശുദ്ധ കുർബാന ഓരോ പ്രാവശ്യം ഞങ്ങൾ കൊണ്ടാടുമ്പോൾ, കർത്താവെ, നീ അവിടുന്ന് സ്ഥാപിച്ചിരിക്കുന്ന ആ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടാകുന്നു ഞങ്ങൾ കൊണ്ടാടുന്നത് എന്നൊന്ന് ചിന്തിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ. ഇന്നത്തെ ഈ ധ്യാനത്തിൽ നിൻ്റെ കൃപയും സാന്നിധ്യവും കൂടെ ഉണ്ടായിരിക്കണമേ. അടിയനെ നിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. നൽകി തന്ന ആലോചനകൾ വ്യക്തമായ രീതിയിൽ പറയാൻ തക്കോണം, പ്രിയ കർത്താവെ, നീ അവിടുന്ന് ഇടയാക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. വിശുദ്ധ കുർബാന നമ്മളെ സംബന്ധിച്ചിടത്തോളം, സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കൂദാശയാകുന്നു. വ്യത്യസ്തമായിട്ടുള്ള പഠിപ്പിക്കൽ, വ്യത്യസ്തമായിട്ടുള്ള മനസ്സിലാക്കൽ വിശുദ്ധ കുർബാനയെക്കുറിച്ചൊക്കെയുമുണ്ട്. ട്രാൻസബ്സ്റ്റാൻസിയേഷൻ, കോൺസബ്സ്റ്റാൻസിയേഷൻ, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതായത് അപ്പവും വീഞ്ഞിനെയും വാഴ്ത്തുന്ന സമയത്ത് യഥാർത്ഥമായിട്ട് കർത്താവിൻ്റെ ശരീരവും രക്തവും തന്നെയായി മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത്. ചിലരെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ മാറുന്നില്ല. ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് ഏൽക്കുന്നതായിട്ടുള്ള ആൾ എന്ത് ചിന്തിക്കുന്നു എന്ന് ആസ്പദമാക്കിയിരിക്കുന്നു. അതൊക്കെയും അതിൻ്റെ പഠിപ്പീരുകൾ അത് അവിടെ ഇരിക്കുമ്പോൾ, ലിയോണാർഡ് സ്വീറ്റ് എന്ന് പറയുന്ന ചിന്തകൻ പറയുന്നത്, വിശുദ്ധ കുർബാനയിൽ ശുശ്രൂഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള 2 വാക്കുകളാണ്. ആ 2 വാക്കുകളും ഇംഗ്ലീഷിൽ നോക്കുമ്പോൾ 3-lettered 2 words, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആൻഡ് ദാറ്റ് ഈസ് നത്തിങ് എൽസ് ബട്ട് ഫോർ യു, നിനക്കായി. ഫോർ യു എന്നുള്ള ആ ഒരു പദമാണ് വിശുദ്ധ കുർബാന ശുശ്രൂഷ കർത്താവ് സ്ഥാപിച്ചതായിട്ടുള്ള സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് എന്ന് ലിയോണാർഡ് സ്വീറ്റ് പറയുന്നു. കർത്താവിൻ്റെ ശരീരമായിരിക്കുന്ന അപ്പം, കർത്താവിൻ്റെ രക്തമായിരിക്കുന്ന വീഞ്ഞ്, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാകുന്നു എന്ന് പറഞ്ഞാൽ പോലും ലിയോണാർഡ് സ്വീറ്റ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഓർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് ദാറ്റ് ഹീ ക്യാൻ ഗെറ്റ് ഔട്ട് ഓഫ് ദി വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ് ഫോർ യു, നിനക്കായി എന്ന് പറയുന്ന അനുഭവം. ഇന്ന് സഭ ചിന്തിക്കുന്ന വിഷയം അത് തന്നെയാണ്. ഹോളി കമ്മ്യൂണിയൻ, സെലിബ്രേഷൻ ഓഫ് ഡിവൈൻ പ്ലാൻ ഓഫ് സാൽവേഷൻ. വിശുദ്ധ കുർബാന ദൈവിക രക്ഷാ പദ്ധതിയുടെ ആഘോഷം. ദൈവിക രക്ഷാ പദ്ധതിയുടെ ഈ ഒരു വലിയ ആഘോഷമാകുമ്പോൾ ഞാനും നിങ്ങളും ഉൾപ്പെടുവാൻ തക്കോണം ഇത്തരത്തിലെ ഒരു പദ്ധതി, ഇത്തരത്തിലെ ഒരു ശുശ്രൂഷ കർത്താവ് സ്ഥാപിച്ചതിനെ വീണ്ടും ഓർക്കുന്നതായിട്ടുള്ള ഒരു നിമിഷമാകുന്നു ഈ നിമിഷം. ആവർത്തന പുസ്തകം 16-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പ്രധാനപ്പെട്ട 3 പെരുന്നാളുകൾ ഇസ്രായേലിയർക്ക് ആഘോഷിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ടുള്ള പെരുന്നാൾ, ആദ്യം പറയുന്ന പെരുന്നാൾ പെസഹ പെരുന്നാൾ തന്നെയാകുന്നു. എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻറ്റ്? ഇന്ന് വായിച്ച 1-ാം പാഠത്തിൻ്റെ അകത്ത് നമുക്കത് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് വീണ്ടും ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം വായിച്ച ഈ വേദഭാഗം 17-ാം അധ്യായം 17-ാം വാക്യം മുതൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുമ്പോൾ, ഇവിടെയും കർത്താവ് പെസഹ ഒരുക്കുന്ന, പെസഹ ആചരിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും.
ഇന്ന് പ്രഭാതത്തിൽ നടന്ന ആദ്യത്തെ ശുശ്രൂഷയിൽ നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ അവിടുത്തെ സെദരാ പ്രാർത്ഥനയ്ക്കായിട്ട് പറയുന്നതായിട്ടുള്ള ഒരു വാചകമുണ്ട്. ഈ കർത്താവ് ആചരിച്ച ഈ പെസഹ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കംപ്ലീഷൻ ഓഫ് സംതിങ് ആൻഡ് ഇറ്റ് ഈസ് ബിഗിനിങ് ഓഫ് സംതിങ് എൽസ്. ഈ അന്ന് വരെ ആചരിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള പെസഹായുടെ ഒരു പൂർത്തീകരണവും ഇതാ കർത്താവ് ഒരു പുതിയ നിയമം അല്ലെങ്കിൽ പുതിയ ഒരു ശുശ്രൂഷ കർത്താവ് ആരംഭിച്ചിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് അത് വളരെ ബ്യൂട്ടിഫുള്ളി പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 5-7 വാക്യത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ജീസസ് ഈസ് ദ പാസ് ഓവർ ലാം. കർത്താവ് തന്നെയാകുന്നു ഈ കുഞ്ഞാട് എന്ന് പറയുന്ന പെസഹ കുഞ്ഞാട് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ അന്ന് വരെ ആചരിച്ചുകൊണ്ടിരുന്ന പെസഹ അല്ലെങ്കിൽ കൊടുത്തിരുന്ന അർത്ഥത്തിന് ഇതാ പുതിയ ഒരു വ്യാപ്തി, പുതിയ ഒരു അർത്ഥം ലഭിക്കുകയാണ്. 4 സുവിശേഷങ്ങളും പെസഹ ആചരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. എന്നാൽ 4 സുവിശേഷങ്ങളും അല്പം വ്യത്യസ്തതകൾ ഉണ്ട്. മത്തായിയുടെ സുവിശേഷവും മർക്കോസിന്റെ സുവിശേഷവും ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്തും ഏറെക്കുറെ ഒരേ രീതിയിലാണ് ഇത് പരാമർശിച്ചിരിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധ്യമായി തീരും. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എടുത്തു പറയുന്നുണ്ട്, ദിസ് ഇസ് മൈ ബോഡി, ദിസ് ഇസ് മൈ ബ്ലഡ്, ഡു ദിസ് ഇൻ റിമെംബ്രൻസ് ഓഫ് മീ. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ അല്പം വ്യത്യസ്തതയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ എങ്ങനെയാണ് ഈ പാസ് ഓവർ ഒരുക്കിയതെന്നോ എങ്ങനെയാണ് ഈ പാസ് ഓവർ ആചരിച്ചതെന്നോ, പാസ് ഓവർ ആചരിക്കുന്ന സമയത്ത് സാധാരണ രീതിയിൽ അപ്പം എടുത്ത് വാഴ്ത്തുന്ന ആ ഒരു ശുശ്രൂഷ, ഇസ്രായേൽ മക്കൾ എല്ലാവരും ചെയ്യുന്ന ആ ഒരു ശുശ്രൂഷ യോഹന്നാൻ സുവിശേഷകനെ സംബന്ധിച്ചിടത്തോളം ഹി ഡസന്റ് സീം ഇറ്റ് ഇമ്പോർട്ടന്റ് ടു മേക്ക് ഇറ്റ് to the public. ഈ ജനത്തെ ഇതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് യോഹന്നാൻ സുവിശേഷകൻ ശ്രമിക്കുന്നില്ല. എന്നാൽ യോഹന്നാൻ സുവിശേഷകനെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് വാസ് ടു ഷോ ടു ദ പീപ്പിൾ ദാറ്റ് ജീസസ് ഹിംസെൽഫ് വാസ് ദ പാസ് ഓവർ ലാംബ്. കർത്താവ് തന്നെയാകുന്നു പെസഹ കുഞ്ഞാട്. അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷ നടക്കുന്നത് ക്രൂശീകരണം സമയവും പെസഹായുടെ സമയവും ഒന്ന് തന്നെയാണ് എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുകയാണ്. ഹോളി കമ്മ്യൂണിയൻ സെലിബ്രേഷൻ ഓഫ് ഡിവൈൻ പ്ലാൻ ഓഫ് സാൽവേഷൻ, വിശുദ്ധ കുർബാന, ദൈവിക രക്ഷാ പദ്ധതിയുടെ ആഘോഷം എന്ന വിഷയം നമ്മൾ ചിന്തിക്കുമ്പോൾ എപ്പോഴാണ് ഇതൊരു ദൈവിക പദ്ധതിയുടെ ആഘോഷമായി മാറുന്നത്? 3 ചെറിയ കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, when will this become a divine plan of salvation? First, I need to enshrine it in memory. I need to enshrine it in memory എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഇത് പ്രതിഷ്ഠിച്ച് ഇത് എന്നെന്നും ഓർത്തെങ്കിൽ മാത്രമേ ഇത് രക്ഷാ പദ്ധതിയുടെ ഒരു വലിയ ആഘോഷം ആയി മാറത്തുള്ളൂ. കർത്താവ് ഈ വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആ പെസഹ ഒരുങ്ങിയ സമയത്ത് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു കാര്യമാണ്, ഡു ദിസ് ഇൻ റിമെംബറൻസ് ഓഫ് മീ. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. മനുഷ്യൻ എന്ന നിലയിൽ മറവി നമുക്ക് ഭയങ്കര സാധാരണയാണ്. പെട്ടെന്നാണ് നമ്മൾ കാര്യങ്ങൾ മറന്നു പോകുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ഒരു നന്മ ചെയ്ത കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ ഓർത്തിരിപ്പാൻ തക്കോണം ഇടയായി തീരത്തില്ല. അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് തന്നെ പറഞ്ഞത്, എൻ മനമേ യഹോവേ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവേ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറന്നു പോകല്ല്. ഇസ്രായേൽ ജനത്തെ എടുത്തു നോക്കിയാൽ, പൂർവ്വ മാതാപിതാക്കളെ എടുത്തു നോക്കിയാൽ മറന്നു പോകുന്നതായിട്ടുള്ള ഒരു പരമ്പര നിരന്തരം നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുകയാണ്. ഓരോ നിമിഷത്തിൽ ദൈവം അവരെ വിടുവിക്കുന്നു, ഓരോ നിമിഷത്തിൽ ദൈവം അവരെ വഴി നടത്തുന്നുണ്ട്. പക്ഷെങ്കിൽ തൊട്ട് അടുത്ത നിമിഷത്തിൽ അതെല്ലാം മറന്നു പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. ഈ പെസഹ പെരുന്നാൾ കൊണ്ടാടനം നിർബന്ധമാണ്, എല്ലാ വർഷവും നിങ്ങൾ ഇത് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒറ്റ കാരണമാണ്, നിങ്ങളുടെ മക്കളുടെയും മക്കളുടെ മക്കളെയും നിങ്ങൾ പറയണം, ഹൗ ഇസ് ഇറ്റ് ദാറ്റ് ഗോഡ് ഡെലിവേർഡ് ആൻഡ് റിഡീംഡ് യു ഫ്രം ഓൾ ദീസ് തിങ്സ്. ദൈവം എങ്ങനെയാണ് നിങ്ങളെ ഇതിൽ നിന്നൊക്കെയും വീണ്ടെടുത്തത് എന്ന് നിങ്ങളുടെ മക്കളെയും മക്കളുടെ മക്കളെയും നിങ്ങൾ പറയണം. പലപ്പോഴും ഇസ്രായേൽ മക്കൾ മറന്നുപോയി that they were a chosen people. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമാണ് എന്ന് പലപ്പോഴും മറന്നുപോയതുകൊണ്ട് കർത്താവ് ഈ ഒരു ശുശ്രൂഷ ശിഷ്യന്മാരോടൊപ്പം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കർത്താവ് പറയുകയാണ്, പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ദിസ് until I come back again. ഞാൻ വീണ്ടും വരുന്നിടം വരെ ഡു ദിസ് ഇൻ റിമെംബറൻസ് ഓഫ് മീ. ഓരോ പ്രാവശ്യം നിങ്ങൾ ഇത് ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് യു റിമെമ്പർ that God has sent his only begotten son to this world. സ്വർഗത്തിൽ ഇരിക്കേണ്ടതായിട്ടുള്ള ദൈവത്തെ ഇതാ ഭൂമിയിലേക്ക് അയച്ചു എന്ന് ഓരോ വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നതായിട്ടുള്ള സമയത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ടത് വളരെ
വളരെ അത്യാവശ്യമാണ്. ദൈവം എത്രമാത്രം ഈ മനുഷ്യനെ സ്നേഹിച്ചു എന്ന് ഓരോ വിശുദ്ധ കുർബാനയും നമുക്ക് വർണ്ണിച്ചു തരികയാണ്. ദൈവത്തിന്റെ കൃപ മാത്രമാകുന്നു എന്ന് ഓരോ വിശുദ്ധ കുർബാന നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും ജനിക്കേണ്ട ഒരു വലിയ ആവശ്യകതയുണ്ട് എന്ന് ഓരോ വിശുദ്ധ കുർബാനയും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു പുതിയ ജീവൻ കൊണ്ട് ഈ ലോകത്തിലേക്ക് പോകണം എന്ന് ഈ വിശുദ്ധ കുർബാന നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പെസഹായും ഇസ്രായേൽ മക്കൾ ആചരിച്ച പെസഹായും ഇന്ന് നമ്മൾ കൊണ്ടാടുന്ന വിശുദ്ധ കുർബാനയും ഒരു രീതിയിൽ നോക്കിയാൽ both have the same meaning. If like the Passover, communion refers back to a past deliverance. നമ്മുടെ ഒരു വിടുതലിനെ ഓർക്കുന്നതായിട്ടുള്ള ഒരു വലിയ ശുശ്രൂഷയാകുന്നു വിശുദ്ധ കുർബാന. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം പെസഹ പെരുന്നാളും അത് തന്നെയാണ്. അവരെ വിടുവിച്ചതിൻ്റെതായിട്ടുള്ള ആ ഒരു വലിയ ഓർമ്മയാണ്. പെസഹ പോലെ തന്നെ കമ്മ്യൂണിയൻ പ്രൊവൈഡ് സസ്റ്റനൻസ് ഫോർ ദ ജേർണി. മുൻപോട്ടുള്ള ജീവിതയാത്രയിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഈ പറയുന്നതായിട്ടുള്ള വിശുദ്ധ കുർബാന നമുക്കെന്നും ഒരു ബലമാകുന്നു. ഈ വിശുദ്ധ കുർബാന കൈക്കൊള്ളാതെ ഏറെ ദിവസങ്ങൾ ഏറെ മാസങ്ങൾ നമ്മൾ നിന്നപ്പോൾ നമ്മൾ എല്ലാവരും ആകെ അസ്വസ്ഥരായി. ഈ വിശുദ്ധ കുർബാന ഓരോ ഞായറാഴ്ച വന്ന് കൈക്കൊള്ളുമ്പോൾ, ഈ ആരാധനയിൽ നമുക്ക് വന്ന് പങ്കുചേരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഊർജം ഒരു വലിയ ഊർജമാണ്. പെസഹ പെരുന്നാൾ ഓരോ വർഷം അവർ കൊണ്ടാടുമ്പോൾ വീണ്ടും ആ കാര്യങ്ങൾ ഓർക്കുന്നതായിട്ടുള്ള സമയത്ത് അവർക്ക് ലഭിച്ചിരുന്ന ഒരു എനർജി ഉണ്ടായിരുന്നു. നോ മാറ്റർ വാട്ട് കംസ് ഇൻ ഫ്രണ്ട് ഓഫ് us, ഞങ്ങളുടെ മുൻപിൽ ഇനി എന്ത് വന്നെന്ന് പറഞ്ഞാലും ഇതിനെ അതിജീവിക്കുവാനായിട്ട് ദൈവം ഞങ്ങളോടൊപ്പമുണ്ട് എന്നുള്ളൊരു വലിയ ബോധ്യം. ലൈക്ക് പാസ്ഓവർ, കമ്മ്യൂണിയൻ ആന്റിസിപ്പേറ്റ്സ് ദ ഫ്യൂച്ചർ. ഭാവിയെ പ്രതീക്ഷിക്കുന്ന ഒന്നാകുന്നു ഈ വിശുദ്ധ കുർബാന എന്ന് കാണാനായിട്ട് സാധ്യമായി തീരും. എന്നാൽ രക്ഷാ പദ്ധതിയുടെ ആഘോഷമായി തീരണമെങ്കിൽ ഇറ്റ് ഷുഡ് ഓൾവേസ് ബി എൻഷ്രൈൻഡ് ഇൻ മൈ മെമ്മറി. എൻ്റെ മനസ്സിൽ, എൻ്റെ മൈൻഡിൽ ഇതിനെ ഞാൻ പ്രതിഷ്ഠിച്ചെങ്കിൽ മാത്രമേ, ഇത് എന്നും ഒരു ഓർമ്മയായിരുന്നെങ്കിൽ മാത്രമേ ഇത് ദൈവിക പദ്ധതിയുടെ ഭാഗമായി തീരത്തുള്ളൂ. രണ്ട്, ഐ നീഡ് ടു എക്സാമിൻ ഇൻ പേഴ്സൺ. ഒന്ന്, എൻഷ്രൈൻ ഇൻ മെമ്മറി. രണ്ട്, എക്സാമിൻ ഇൻ പേഴ്സൺ. എന്നെ തന്നെ ഓരോ വ്യക്തികളും നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഡേവിഡ് ഗാർലൻഡ് എന്ന് പറയുന്ന എഴുത്തുകാരൻ പറഞ്ഞ ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ്. ഓൾദോ നോ വൺ ഇസ് വർതി ഓഫ് ദ ലോർഡ്സ് സപ്പർ, വൺ ക്യാൻ ഈറ്റ് ഇറ്റ് വർതിലി. ആരും തന്നെ ക്രിസ്തുവിന്റെ ഈ അപ്പവും വീഞ്ഞും എടുക്കുവാൻ തക്കോണം യോഗ്യരല്ല. പക്ഷെങ്കിൽ യോഗ്യമായ രീതിയിൽ ഇതിനെ അനുഭവിക്കാനായിട്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും സാധ്യമായി തീരും. ഈ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്ന ഞാനായാലും ഇവിടെ ഇരിക്കുന്നതായിട്ടുള്ള നിങ്ങളായാലും നമ്മൾ ആരും ഈ കർത്താവിന്റെ ശരീരവും രക്തവും അനുഭവിക്കുവാൻ തക്കോണം യോഗ്യരല്ല. പക്ഷെങ്കിൽ യോഗ്യതയോടുകൂടെ ഈ ഒരു ശുശ്രൂഷ പങ്കുചേരുവാനും ഇതിനെ എടുക്കുവാനായിട്ടും ഇടയായി തീരും. ആക്റ്റീവ് എക്സാമിനേഷൻ ഇസ് ഓൾവേസ് റിക്വയർഡ്. കർത്താവ് ഈ പെസഹ ഒരുക്കാൻ വേണ്ടിയിട്ട് ശിഷ്യന്മാരോട് പറയുമ്പോഴും കർത്താവ് ശിഷ്യന്മാരോട് സംഭാഷിക്കുന്നതായിട്ടുള്ള സമയത്ത് എക്സാമിനേഷൻ വേണ്ടിയിട്ട് ഒരു കാര്യം അവരോട് പറയുകയാണ്. വൺ ഓഫ് യു ഇസ് ഗോയിങ് ടു ബിട്രേ മീ. നിങ്ങളിൽ ഒരാള് എന്നെ ഒറ്റിക്കൊടുക്കാനായിട്ട് പോകുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചോദിക്കുകയാണ്, ഞാനാണോ ഞാനാണോ ഞാനാണോ? എല്ലാവരോടും ഒരു പക്ഷെങ്കിൽ യൂദായെ സമീപിച്ചതുപോലെ ഞാൻ വിശ്വസിക്കുന്നത് എല്ലാ ശിഷ്യന്മാരോടും സമീപിച്ച് കാണും. എല്ലാവരുടെയും മനസ്സിൽ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ഉണ്ടാകും. ഒരു പക്ഷെങ്കിൽ യൂദ ഒറ്റിക്കൊടുത്തു എന്ന് നമ്മൾ പറയുമ്പോൾ മറ്റെല്ലാ ശിഷ്യന്മാരും ഒരു തരം അല്ലെങ്കിൽ വേറെ ഒരു തരത്തിൽ കർത്താവിനെ ഒറ്റിക്കൊടുത്തവരാകുന്നു. ഒരാൾ ഇതാ ഓടിപ്പോകുന്നു, ഒരാൾ ഇതാ തള്ളിപ്പറയുന്നു. കർത്താവിന് അവസാനമായിട്ട് ആവശ്യമുണ്ടായിരുന്ന നിമിഷത്തിൽ ഒറ്റ ഒരാൾ പോലും കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഓരോരുത്തരും ചോദിക്കുന്ന ചോദ്യമാണ്, ഈസ് ഇറ്റ് മീ, ഈസ് ഇറ്റ് മീ, ഈസ് ഇറ്റ് മീ എന്ന് ചോദിക്കുമ്പോൾ യൂദ വീണ്ടും ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നീ തന്നെ എന്ന് പറയുമ്പോഴും ഈ അതിൽ നിന്നുള്ള ഒരു തിരിച്ചു പോക്ക് സാധ്യമായി തീരാത്ത അനുഭവം. ഓരോ വിശുദ്ധ കുർബാന കൈക്കൊള്ളാനായിട്ട് വരുമ്പോൾ ഈ എക്സാമിനേഷൻ വളരെ ആവശ്യമാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ അകത്ത് ഇന്ന് സ്ലീഹായിട്ട് വായിച്ചതിൻ്റെ അകത്ത് അത് വളരെ കർശനമായിട്ടും വളരെ വളരെ ബോൾഡായിട്ട് അപ്പോസ്തലനായ പൗലോസ് അത് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 11:27 വാക്യം, അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരൻ ആകും എന്ന് അപ്പോസ്തലനായ പൗലോസ് വളരെ വളരെ ബോൾഡായിട്ട് നമ്മളോട് പറയുകയാണ്. ഞാൻ എന്നെ തന്നെ എക്സാമിൻ ചെയ്യുന്നുണ്ടോ? 3 ചോദ്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നത് ഈ എക്സാമിനേഷനിൽ നമ്മൾ ചോദിക്കണം. ഒന്ന്, ആം ഐ സ്പിരിച്വലി അലൈവ്? ഫിസിക്കലി എല്ലാവരും ജീവനുള്ളവരാണ്, പക്ഷെങ്കിൽ ആത്മീകമായി പലപ്പോഴും നമ്മൾ മരിച്ചവരാണ്. ഞാൻ ഇതിനു മുൻപ് ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എൻ്റെ മനസ്സിലെ ഒരു വലിയ ആഗ്രഹവും താല്പര്യവുമാണ്, എന്നെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ആഫ്രിക്കയിലെ ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയി പ്രസംഗിക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹം. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്.
എൻ്റെ മനസ്സിൽ മരിക്കുന്നതിന് മുൻപ് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് അങ്ങനെ പോയി ഒരു പ്രസംഗം നടത്തണമെന്ന് വലിയ ആഗ്രഹമാണ്. കാരണം ടി വിയിൽ കൂടെ മാത്രമേ ഞാൻ ഇതുവരെ അവരുടെ ആരാധനകളൊക്കെയും കണ്ടിട്ടുള്ളൂ. പക്ഷെങ്കിൽ അവരുടെ ആരാധനകൾ കാണുമ്പോൾ എന്ത് ജീവനുള്ളവരാണ്. ഇവിടെ ഇനിയും എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതായിട്ടുള്ള നീ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ഒരു ചലനവും ഉണ്ടാകത്തില്ല. ഒരു രീതിയിലും ഒരു ചലനം ഉണ്ടാകുന്നതായിട്ട് ഈ കഴിഞ്ഞ 3 വർഷവും എനിക്ക് കാണാനായിട്ട് സാധ്യമായി തീർന്നിട്ടില്ല. നമ്മൾ ചോദിക്കേണ്ട ഒരു വലിയ ചോദ്യമാണ്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ആം ഐ സ്പിരിച്വലി അലൈവ്? ജീവനുണ്ട്, അതുകൊണ്ടാണല്ലോ ശ്വാസം വിടുന്നുമുണ്ട് എടുക്കുന്നുമുണ്ട്, അല്ലായിരുന്നെങ്കിൽ നമ്മൾ മരിച്ചവരായിരുന്നു. പക്ഷെങ്കിൽ ആത്മീകമായി ആം ഐ സ്റ്റിൽ അലൈവ് എന്നുള്ള ഒരു ചോദ്യം ഓരോ വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നതിന് മുൻപ് നാം ഓരോരുത്തരും ചോദിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. 2, ഹാവ് ഐ എ സ്പിരിച്വൽ ആപ്പിറ്റൈറ്റ്? എനിക്ക് ഭൗതികമായ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം ഉള്ളതുപോലെ തന്നെ ഈ ആത്മീക ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ആഗ്രഹവും താല്പര്യവും ഇന്ന് എനിക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. 3-മതായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഈസ് ക്രൈസ്റ്റ് മൈ ഫ്രണ്ട്? ഈ ക്രിസ്തു എൻ്റെ സുഹൃത്താണോ എന്നുള്ളൊരു വലിയ ചോദിച്ചിട്ടായിരിക്കണം ഈ ഒരു വിശുദ്ധ കുർബാന നമ്മൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വരേണ്ടത്. നമ്മളെ തന്നെ പരിശോധന ചെയ്ത് നമ്മളെ തന്നെ ശോധന ചെയ്തിട്ട് വേണം ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കുചേരേണ്ടത്. 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1, ഐ നീഡ് ടു എൻഷ്രൈൻ ഇറ്റ് ഇൻ മൈ മെമ്മറി. 2, ഐ നീഡ് ടു എക്സാമിൻ ഇൻ പേഴ്സൺ. ഓരോരുത്തരും അവരെ തന്നെ പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. 3-മതായിട്ടും അവസാനമായിട്ടും ഐ നീഡ് ടു എക്സ്പ്രസ് ഇറ്റ് ഇൻ ആക്ഷൻ. ഐ നീഡ് ടു എൻഷ്രൈൻ ഇറ്റ്, എൻ്റെ മനസ്സിൽ ഇതിനെ പ്രതിഷ്ഠിക്കണം. ഐ നീഡ് ടു എക്സാമിൻ, ഞാൻ ഇതിനെ പരിശോധിക്കണം. ഐ നീഡ് ടു എക്സ്പ്രസ്, ഇതിനെ പ്രകടിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വിശുദ്ധ കുർബാന ശുശ്രൂഷ പാസീവ് അല്ല, ഇതൊരു ഡെഡ് റിച്വൽ അല്ല, ഇത് ആക്റ്റീവാണ്, ഇത് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ശുശ്രൂഷയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഒരു ഡ്യൂട്ടി എന്ന രീതിയിൽ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് വന്ന് ആരും വിശുദ്ധ കുർബാന കൈക്കൊള്ളല്. കൊണ്ടില്ലേൽ എന്തോ പാപമാണല്ലോ, കൊണ്ടില്ലെങ്കിൽ അപ്പൻ എന്ത് പറയും, അമ്മ എന്ത് പറയും എന്ന് വിചാരിച്ച് ആരും ഈ വിശുദ്ധ കുർബാന വന്ന് കൈക്കൊള്ളും. ദിസ് ഇസ് നോട്ട് എ ഡ്യൂട്ടി, ഇത് ആക്റ്റീവാണ്, ഇത് ട്രാൻസ്ഫോർമേറ്റീവ് ആണ്. C.S. ലൂയിസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ, അദ്ദേഹം ഗ്രീക്കിൽ സ്നേഹത്തെക്കുറിച്ച് ഒത്തിരി പദങ്ങളുണ്ടല്ലോ, നിങ്ങൾക്കതെല്ലാം അറിയാം, ഞാൻ വിവരിക്കുന്നില്ല. എറോസ് ഉണ്ട്, ഫിലിയോ ഉണ്ട്, അഗാപ്പെ ഉണ്ട്, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പല പദങ്ങളുണ്ട് സ്നേഹത്തിന്. ബ്രദർലി ലവ്, ഫ്രണ്ട്ഷിപ്പ് ലവ്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം, ദൈവികമായ സ്നേഹം, അങ്ങനെയല്ല. C.S. ലൂയിസ് ഈ എല്ലാ സ്നേഹത്തെയും 2 കാറ്റഗറിയിൽ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. C.S. ലൂയിസ് പറയുന്നത് എല്ലാ സ്നേഹത്തെയും എടുത്തു നോക്കിയാൽ 2 കാറ്റഗറിയാണ്. 1 നീഡ് ലവ്, 2-മത്തേത് ഗിഫ്റ്റ് ലവ്. നീഡ് ലവ് എന്താണ്? സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാവരും നീഡ് ലവിൻ്റെ ആളുകളാണ്. ഇറ്റ് ഈസ് ഓൾവേസ് ബോൺ ഔട്ട് ഓഫ് എംപ്റ്റിനെസ്, ശൂന്യതയിൽ നിന്നാണ് ഈ നീഡ് ലവ് ഉണ്ടാകുന്നത്. ഞാൻ എൻ്റെ ഭാര്യയോട് പറയുകയാണ് ഐ ലവ് യു എന്ന് പറയുമ്പോൾ ശരിക്കും പറയുന്നത് ഐ നീഡ് യു എന്നാണ്. നമ്മുടെ മക്കൾ വന്ന് നമ്മളോട് പറയുകയാണ്, അപ്പ എനിക്ക് അപ്പയോട് ഇഷ്ടമുണ്ട്, ഐ ലവ് യു. അമ്മ എനിക്ക് അമ്മയോട് ഇഷ്ടമുണ്ട്, ഐ ലവ് യു. നമ്മൾ തെറ്റിദ്ധരിക്കല്. They are absolutely saying, I just need you. It is not love. കാരണം ലവ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഇന്ന് ഇത്രയും അധികമായിട്ടുള്ള വയോധിക മന്ദിരം കാണാനായിട്ട് നമുക്ക് ഇടയായി തീരത്തില്ലായിരുന്നു. അത് നീഡ് മാത്രമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഐ നീഡ് യു. അതുകൊണ്ട് ആ ഐ ലവ് യു എന്ന് പറയുമ്പോൾ നമ്മളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഐ ലവ് യു, ഞാൻ നിനക്ക് സ്നേഹിക്കുന്നു, എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ട് എന്നൊക്കെയും പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കല് പരമാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് എന്ന്. ഇറ്റ് ഈസ് ഓൺലി നീഡ്. ഐ നീഡ് യു എന്നുള്ള ഒരു കാര്യം മാത്രമാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഗിഫ്റ്റ് ലവ് എന്ന് C.S. ലൂയിസ് പറയുകയാണ്. ഈ ഗിഫ്റ്റ് ലവിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇറ്റ് ഡസന്റ് ടേക്ക് എനിത്തിങ് ഫ്രം ദി അതർ പേഴ്സൺ, ഇറ്റ് ഓൺലി ഗിവ്സ്. മറ്റൊരുവരിൽ നിന്ന് ഒന്നും ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയോ താല്പര്യപ്പെടുകയോ ചെയ്യത്തില്ല, അങ്ങോട്ട് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. വളരെ എന്തു പറയുന്നത്, നിങ്ങൾ അതിനെ ഞാൻ പറയുന്ന ആ രീതിയിൽ തന്നെ നിങ്ങൾ എടുക്കാവൂ. ഈ കഴിഞ്ഞ ഞായറാഴ്ച ബഹുമാനപ്പെട്ട C.K. ടൈറ്റസ് അച്ഛനും ഞാനും ഇവിടെ നിന്ന് മാറിപ്പോകുന്നതിൻ്റെ കൽപ്പന വായിക്കുകയുണ്ടായി. അന്ന് വൈകുന്നേരം 1-2 ഗ്രൂപ്പുകളിലൊക്കെ പുതിയ വരുന്ന അച്ഛൻ്റെയും കൊച്ചച്ഛൻ്റെയും ഫോട്ടോ ഫാമിലി സഹിതം വന്നു. അപ്പോൾ അന്നേരം ഞാൻ ഇങ്ങനെ പള്ളിയിൽ ഇരുന്നപ്പോൾ 1-2 പേരൊക്കെയും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെ ഒരാൾ തമാശയ്ക്ക് പറഞ്ഞു, അച്ഛാ കണ്ടോ, ഇത്രയൊക്കെ ഉള്ളൂ. സത്യമാണ്, അതിൻ്റെ അകത്ത് യാതൊരു അതിശോക്തിയും ഇല്ല, ഇത്രയൊക്കെ ഉള്ളൂ.
ഈ 1 മാസം കഴിയുമ്പോൾ അങ്ങനെ ആകാം. അതാണ് ഞാനും ആഗ്രഹിക്കുന്നത്, പ്രിയപ്പെട്ട ടൈറ്റസ് അച്ഛനും ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഈ ജിജോ അച്ഛൻ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് ഈ ജിജോ അച്ഛനെ സ്നേഹിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. ദാറ്റ് ഇസ് നോട്ട് ഹൗ ഇറ്റ് ഷുഡ് ബി. ദ നെക്സ്റ്റ് ഷുഡ് ബി. പക്ഷെങ്കിൽ ഞാൻ വിചാരിച്ചു ഒരു 3 ആഴ്ചയും കൂടെ ഒന്ന് കാത്തിരിക്കാമായിരുന്നല്ലോ, ആ മെയ് 1-ാം തീയതി ഒന്ന് ഇടാമായിരുന്നല്ലോ, അദ്ദേഹം അങ്ങനെ പറഞ്ഞതുകൊണ്ട്. പക്ഷെങ്കിൽ എവറി ടൈം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ആർ ലവ് ഇസ് നീഡ് ലവ്, ആർ ലവ് ഇസ് നോട്ട് ഗിഫ്റ്റ് ലവ്. അവിടെയാണ് വ്യത്യസ്തത. അതുകൊണ്ട് തന്നെ യോഹന്നാൻ സുവിശേഷകൻ ഈ ഒരു സംഭവത്തെ നമ്മുടെ അടുക്കലേക്ക് വിവരിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ അപ്പം വീഞ്ഞിനെ മാത്രം നമ്മൾ ചിന്തിക്കേണ്ടത് അല്ല, അതിനേക്കാൾ അപ്പുറം ഒരു ശുശ്രൂഷയുടെ അന്നത്തെ ദിവസം കർത്താവായ യേശു ചെയ്തു. എന്താണ്? കാൽ കഴുകലിന്റെ ശുശ്രൂഷ. ഒരു പക്ഷെങ്കിൽ പ്രകടമായി നമ്മൾ ആ ശുശ്രൂഷ മറ്റു ചില സഭകൾ ചെയ്യുന്നത് പോലെ നമ്മൾ ആ ശുശ്രൂഷ നമ്മൾ ചെയ്യുന്നില്ലെങ്കിലും വളരെ പ്രാധാന്യം അർഹിക്കുന്നതായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് അന്ന് കർത്താവ് ചെയ്യുന്നത്, കാല് കഴുകുന്നതിൻ്റെതായിട്ടുള്ള ശുശ്രൂഷ. ഇറ്റ് വാസ് ആൻ എക്സാമ്പിൾ ആൻഡ് എ കമാൻഡ് ദാറ്റ് ജീസസ് ഗേവ്. ഒരു എന്ത് ചെയ്യണമെന്നും എന്തായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് കർത്താവ് വളരെ ബ്യൂട്ടിഫുള്ളി പറഞ്ഞു തന്നതായിട്ടുള്ള ഒരു സംഭവമാണ്. ജീസസ് ചോസ് ടു ലവ് ഓൾ. എല്ലാവരുടെയും കാല് കഴുകി. എന്തൊരു ഭയങ്കര നാഥനാണല്ലേ. ഇവനാണ് എന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നത്, എനിക്ക് വില പറഞ്ഞിരിക്കുന്നത് 30 വെള്ളിക്കാശ് മാത്രമേ ഉള്ളൂ എന്ന് അറിയാമെങ്കിലും ആ ആളിന്റെ കാലും കഴുകി. ഇവൻ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും എന്ന് അറിയാഞ്ഞിട്ടും ആ ആളിന്റെ കാല് കഴുകി. ഇവരിൽ നിന്ന് ഒറ്റ ഒരുത്തൻ പോലും എൻ്റെ കൂടെ ഉണ്ടാകത്തില്ല, എല്ലാവരും ഓടി ഒളിക്കും. ബർത്തലോമിയോ നാളത്തെ ശുശ്രൂഷയിൽ നമ്മളത് കേൾക്കാം. തോമസേ നീ എവിടെ എന്ന് കർത്താവ് ഒരു പക്ഷെങ്കിൽ മനസ്സിൽ ഏറ്റുപറഞ്ഞതായിട്ടുള്ള പ്രാർത്ഥനകളാണ് നാളെ നമ്മൾ സെദറാ പ്രാർത്ഥനയിൽ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. അവിടെയൊക്കെയും നമ്മളെ ഓരോരുത്തരെയും ഒരു പക്ഷെങ്കിൽ വിളിക്കുകയാണ്. ഓരോ സന്ദർഭങ്ങളിൽ ചിലപ്പോൾ വിളിച്ചു പോയിട്ടുണ്ട്, ജിജോയെ നീ എവിടെ, തോമസേ നീ എവിടെ, ചാക്കോയെ നീ എവിടെ എന്നൊക്കെയും ഒരു പക്ഷെങ്കിൽ കർത്താവ് വിളിച്ചു പോയിട്ടുണ്ട്. പക്ഷെങ്കിൽ അവിടെ ഒന്നും നമ്മൾ വിളി കേൾക്കാതെ ഇരുന്നപ്പോഴും ഇവിടെ ഇതാ കർത്താവ് എൻ്റെ കാല് കഴുകുവാൻ വേണ്ടിയിട്ട് റെഡിയാകുന്ന ഒരാള്. ജീസസ് ചോസ് ടു ലവ് ഓൾ. അതുകൊണ്ട് തന്നെയാണ് കാൽ കഴുകലിന്റെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് കർത്താവ് പറയുന്നത്, there is only one commandment, you need to love one another as I have loved you. ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം സ്നേഹം അതൊരു ഫീലിംഗ് അല്ല, ഇമോഷൻ അല്ല, ഒരു ചോയ്സ് ആയിരുന്നു. പെസഹായുടെ അന്ന് കുഞ്ഞാടിനെ അറുക്കപ്പെടാൻ വേണ്ടിയിട്ട് കുഞ്ഞാടിനെ ഒരുക്കുമ്പോൾ ഈ കുഞ്ഞാടിന് ഒരു ചോയ്സും ഇല്ല, അറുക്കപ്പെടണോ വേണ്ടയോ, അതിനെ കൊണ്ടുപോവുകയാണ്, അത് അറുക്കപ്പെടുകയാണ്. പക്ഷെ കർത്താവിൻ്റെ അതിൽ വ്യത്യസ്തമാണ്. ജീസസ് ഹാഡ് ദ ചോയ്സ് വെദർ ടു ടേക്ക് അപ്പ് ദ ക്രോസ് ഓർ നോട്ട്. വേണമെങ്കിൽ എടുക്കാം, വേണ്ട എങ്കിൽ എടുക്കണ്ട. പക്ഷെങ്കിൽ ആ ചോയ്സ് ഏറ്റെടുത്ത ഒരാളാകുന്നു. ഇറ്റ് വാസ് ഓൾ ഓർ നത്തിങ് ഫോർ ജീസസ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കർത്താവിൻ്റെ കൂട്ടത്തിൽ ഒരു യൂദ ഉണ്ടായെങ്കിൽ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു യൂദ ഉണ്ട്. ആ യൂദയെ നമ്മൾ ഒട്ടും സ്നേഹിക്കുന്നില്ല. ആ യൂദയോട് നമുക്ക് ഭയങ്കര വെറുപ്പാണ്. മറ്റു ചിലരുടെ ജീവിതത്തിൽ ഞാൻ യൂദയാണ്, എന്നെ അവർ ഒട്ടും സ്നേഹിക്കുന്നില്ല, എന്നെ അവർ ഒട്ടും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്നാൽ ഈ വിശുദ്ധ കുർബാന ഓരോ പ്രാവശ്യം നമ്മൾ കൈക്കൊള്ളാനായിട്ട് വരുമ്പോൾ നമ്മുടെ മുൻപിൽ ഒരു വലിയ ആഹ്വാനം നൽകുകയാണ്. ഈസ് ഇറ്റ് പോസിബിൾ ഫോർ മീ ടു എക്സ്പ്രസ് ഇറ്റ് ഇൻ ആക്ഷൻ? പ്രതീകമായിട്ട് എൻ്റെ പ്രവൃത്തിയിൽ കൂടെ എനിക്കിത് കാണിക്കുവാൻ തക്കോണം, എക്സ്പ്രസ് ചെയ്യുവാൻ തക്കോണം എനിക്ക് സാധ്യമായി തീരുന്നുണ്ടോ? 3 കാര്യങ്ങൾ ഈ വിശുദ്ധ കുർബാന നമ്മൾ ഇന്ന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ, ഈ പെസഹ പെരുന്നാൾ നമ്മൾ ഇന്ന് കൊണ്ടാകുമ്പോൾ, ദിസ് ഇസ് നോട്ട് ദി ഓൾഡ് പാസ് ഓവർ, ദിസ് ഇസ് സംതിങ് ന്യൂ. പഴയതെല്ലാം ഒഴിഞ്ഞുപോയി, പുതിയത് ഇതാ വന്നിരിക്കുകയാണ്. എന്നാൽ ഈ പുതിയതിൽ നമ്മൾ പങ്കുചേരുമ്പോൾ ഇത് നമ്മളോട് ചിലതൊക്കെയും പറയുന്നുണ്ട്. ഓൾവേസ് എൻഷ്രൈൻ ഇറ്റ് ഇൻ യുവർ മെമ്മറി. നിങ്ങളുടെ ഓർമ്മകളിൽ ഇതിനെ എന്നെന്നും നിങ്ങളുടെ മനസ്സിൽ ഇതിനെ പ്രതിഷ്ഠിപ്പിച്ചിരിക്കുക. എക്സാമിൻ ഇൻ പേഴ്സൺ. ഞാനും നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മളിത് എക്സാമിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്, പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എക്സ്പ്രസ് ഇറ്റ് ഇൻ ആക്ഷൻ. ഇതിനെ പ്രകടിപ്പിക്കുക. സ്നേഹം അത് മാത്രമാണ് ക്രിസ്തു നൽകിയത്. ആ ഒരു വലിയ സ്നേഹത്തിൻ്റെ ഓർമ്മയാണ് നാളെ നമ്മൾ കൊണ്ടാടാൻ പോകുന്നത്. ഒരു തിരുശരീരവും തിരുരക്തവും നമ്മൾ അനുഭവിക്കുമ്പോൾ, ഇന്ന് ഈ തിരുശരീരവും തിരുരക്തവും അനുഭവിക്കാൻ പോകുമ്പോൾ, അത്തരത്തിലെ ഏതെങ്കിലും ഒരു യൂദ ഇന്ന് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ആ യൂദയുടെ കാല് കഴുകിയില്ലെങ്കിൽ പോലും ആ യൂദയെ സ്നേഹിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയാനായിട്ട് ഇടയായി തീരണമേ. നമ്മൾ ആർക്കെങ്കിലും ഒരു യൂദ ആണ് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, അത്തരത്തിൽ നമ്മളോട് വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ഉണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, അവരുടെ മനസ്സിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കണമേ. നീ എന്നെ സ്വീകരിച്ചതുപോലെ തന്നെ അവരും എന്നെ സ്വീകരിക്കാനായിട്ട് ഇടയായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ
ദൈവത്തിൻ്റെ ഈ രക്ഷാപദ്ധതി ഒരു ആഘോഷമായി മാറുകയാണ്. അല്ലാത്തടത്തോളം പക്ഷം ഇതൊരു റിച്വലാണ്, ഇതൊരു ഡെഡ് തിങ് ആണ്. മരിച്ചവനെ പോലെ നമ്മൾ ചുമ്മാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഈസ് ഇൻറ്റൻറ്റഡ് ഫ്രം അസ്. ഇത് ആക്റ്റീവ് ആകണം, ഇത് ട്രാൻസ്ഫോർമേറ്റീവ് ആകണം. എന്നാൽ മാത്രമേ ഈ ശുശ്രൂഷ അനുഗ്രഹപ്രദമായി തീരത്തുള്ളൂ. അത്തരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ ത്രിയേക ദൈവം നമ്മളെ ഇടയാക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവാം ദൈവമേ, നീ ഞങ്ങൾക്കായി യാഗമായി തീർന്ന ആ ദിവസത്തെ ഓർക്കുവാനും, കർത്താവെ, നീ യാഗമായി തീരാൻ പോകുന്ന സമയത്ത് നീ ഞങ്ങളോട്, ശിഷ്യന്മാരോട് കൽപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങൾ, ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാം ഞങ്ങൾ ഓർക്കുമ്പോൾ ഓരോന്നിനും വലിയ അർത്ഥമുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാകുന്നു. ഇന്ന് പലപ്പോഴും കർത്താവെ, ചെറിയ ചെറിയ കാര്യങ്ങളിൽ പിണങ്ങിയവരെ ഞങ്ങൾക്ക് സ്വീകരിക്കാനായിട്ട് സാധ്യമായി തീരുന്നില്ല. ഞങ്ങളുടെ മനസ്സ് അനുവദിക്കുന്നില്ല അവരെ ഒന്ന് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്. ചിലർ യൂതകളായിട്ട് ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്, ഞങ്ങൾ ചിലർക്ക് യൂതകളായിട്ട് അവരുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ കർത്താവെ, യൂത ആയാലും ശിമോൻ ആയാലും തോമസ് ആയാലും ഏവരെയും സ്നേഹിച്ചതായിട്ടുള്ള ഞങ്ങളുടെ നാഥ, ഈ ശുശ്രൂഷ ചിലർക്ക് വേണ്ടി മാത്രം നീ വെച്ചില്ലല്ലോ, എല്ലാവർക്കും നീ ഇത് കൊടുത്തപ്പോൾ അയോഗ്യരാകുന്നു ഞങ്ങൾ. പക്ഷെങ്കിൽ യോഗ്യതയോടുകൂടെ ഇതിനെ ഭക്ഷിപ്പാൻ, ഇതിനെ സ്വീകരിപ്പാൻ നീ ഞങ്ങളെ ഇടയാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങളെ തന്നെ രൂപപ്പെടുത്തുവാൻ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, വചനം സംസാരിച്ച അടിയനും കേട്ടതായിട്ടുള്ള നിൻ്റെ പ്രിയ ജനത്തിനും അത്തരത്തിലെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഇന്നത്തെ ഈ വിശുദ്ധ കുർബാന ഭക്ഷിപ്പാൻ തക്കോണം, ഇന്നത്തെ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുവാൻ തക്കോണം ഞങ്ങളേവരെയും നീ അവിടുന്ന് ഇടയാക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ.